എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മെയ് 28 തിങ്കളാഴ്ച വരാനിരിക്കുന്ന പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെയും ഒരു ലേറ്റസ്റ്റ് പ്രൊമോ കേൾക്കാം. അങ്ങനെ നമ്മുടെ വിക്രം 6 വർഷം ജയിലിൽ ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ്. ഓരോ ദിവസവും വിക്രത്തിൻ്റെ മനസ്സിൽ വേദയാണ്. വേദയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കും? ജയിലിൽ വിക്രത്തിനെ കാണാൻ വരുന്ന സുഹൃത്തുക്കളോടെല്ലാം വിക്രം വേദയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ആർക്കും വേദ എവിടെയാണെന്ന് അറിയത്തില്ല. വിക്രത്തിൻ്റെ മനസ്സ് മുഴുവൻ വേദയാണ്. വേദ ഗർഭിണിയാണെന്നുള്ള കാര്യം വിക്രം അറിഞ്ഞിരിക്കുന്നു. പക്ഷേ വേദ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരിക്കുമോ, ആ കുഞ്ഞ് വേദയെപ്പോലായിരിക്കും, എന്നെപ്പോലായിരിക്കും, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെയുള്ള പല ചിന്തകളാണ് വിക്രത്തിൻ്റെ മനസ്സിൽ. വേദ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് വിക്രത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. വിക്രം തലമുറയായിട്ട് ആരും കാണാതെ ജയിലിനകത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട് കരയുക പോലും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ വേദ എല്ലാവരിൽ നിന്നും വിട്ട് വേദ കേരളത്തിൽ നിന്ന് നേരെ വരുന്നത് ആന്ധ്രാപ്രദേശിലോട്ടാണ്. ആന്ധ്രാപ്രദേശിൽ ട്രെയിൻ ഇറങ്ങിയിരുന്ന വേദ ആ സമയം ഗർഭിണിയാണ്. വേദ അവിടെ തലകറങ്ങി വീഴുന്നുണ്ട്. ആ സമയത്ത് വേദയെ രക്ഷിക്കാനായിട്ട് വേദയുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി വരികയാണ്. ആ പെൺകുട്ടി വേദയെ ഓടി വന്ന് താങ്ങി പിടിക്കുന്നുണ്ട്. തെലുങ്കിൽ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ വേദ മലയാളം സംസാരിക്കുമ്പോൾ മലയാളിയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഓരോരോ വിവരങ്ങളും വേദയോട് ചോദിക്കുന്നു. വേദ ആ കുട്ടിയോട് ഓരോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ നല്ല രീതിയിലൊരു ചങ്ങാത്തം ഉണ്ടാവുകയാണ്. അങ്ങനെ വേദ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കുട്ടി വേദയെ സഹായിക്കുന്നുണ്ട്. അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന ടീച്ചറും കൂടിയാണ്. അങ്ങനെ വേദയ്ക്ക് തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹം വേദ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വേദയെ പഠിപ്പിക്കുന്നു. അങ്ങനെ വേദ അവരുമായിട്ട് നല്ല രീതിയിൽ അടുക്കുന്നുണ്ട്. പക്ഷേ വേദയെക്കുറിച്ചുള്ള വേറെബോട്ട്സ് ഒന്നും അവരോട് പറയുന്നില്ല. ഭർത്താവിനെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ സൗഹൃദത്തിനപ്പുറം ഒരു സഹോദരങ്ങളെപ്പോലെ വലിയ രീതിയിൽ അടുക്കുകയാണ്. ആ കുട്ടിയാണ് വേദയ്ക്ക് വേണ്ട വസ്ത്രം, ഭക്ഷണം, പഠിക്കാനുള്ള സൗകര്യങ്ങൾ, താമസം എല്ലാം അവരാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടങ്ങ് പോവുകയാണ്. അതിനുശേഷം അവർ വന്ന് വേദയെടുത്ത് നല്ല സന്തോഷ വാർത്ത പറയുന്നുണ്ട്. വേദ എക്സാം എഴുതിയതിൽ വേദ ജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. വേദ ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ വിക്രത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളിലുള്ളൂ. ആ ഫോട്ടോ എടുത്ത് എപ്പോഴും വിക്രത്തെ നോക്കിക്കൊണ്ട് വേദ കരയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു കമ്മീഷണറെയാണ്. കമ്മീഷണറും വൈഫും കൂടി ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ഒരു നമ്മുടെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ കമ്മീഷണറുടെ ഒരു ജീപ്പിലിരുന്ന് ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിൽ കമലമ്മയും മാഷും കൂടി വരുന്നുണ്ട്. അവർ രണ്ടുപേരും വിക്രത്തിനെ കാണുന്നുണ്ട്. അവരോടുമൊക്കെ വേദയെക്കുറിച്ച് തന്നെയാണ് വിക്രം സംസാരിക്കുന്നത്. പക്ഷേ വേദയെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ലായിരുന്നു. പക്ഷേ വിക്രത്തിനോട് ഓരോന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട്. വിക്രത്തിൻ്റെ സങ്കടം കാണാൻ മാഷിനും കമലമ്മയ്ക്കും സഹിക്കുമായിരുന്നില്ല. വിക്രം അതേ രീതിയിൽ വേദയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയാണ്. പിന്നെ വേദയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. വേദയുടെ അച്ഛൻ വേദ പോയ അന്ന് തൊട്ട് വേദയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ എല്ലാം വേദയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിനെ ഭയന്ന് വേദ അവരാർക്കും മനസ്സിലാവാത്തൊരു സ്ഥലത്താണെന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയുമായിരുന്നില്ല. അത്രയും നാളും വേദയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ശങ്കരനാരായണൻ. പിന്നെ നമ്മുടെ വേദയ്ക്ക് പ്രസവവേദന വരികയാണ്. ആ സമയത്തും വേദയുടെ സുഹൃത്ത് തന്നെയാണ് വേദയെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ വേദയും കൊണ്ട് എത്രയും പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അഡ്മിറ്റ് ആവുന്ന സമയത്ത് വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അവിടെ വരെയാണ് നമ്മുടെ റിവ്യൂവിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ മെയ് 28 തിങ്കളാഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേദ പ്രസവത്തിന് ശേഷം വേദയും കുഞ്ഞും വിക്രവുമായിട്ടുള്ള നല്ല നിമിഷങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന സീസൺ 2 ലേറ്റസ്റ്റ് റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നന്ദി.